ഹായ് ഫ്രണ്ട്സ്, ഡിസ്കവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ലെൻസിൻ്റെ ഒരു കമ്പാരിസനാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കാനോണിൻ്റെ 50mm f1.8 ഈ ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊന്നും പറയാനില്ല, ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നിക്കോണിൻ്റെ 50mm ലെൻസ്, ഈ ഒരു നിക്കോണിൻ്റെ 50mm ലെൻസായിട്ട് ചെറിയൊരു കമ്പാരിസൺ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ ഇവിടെ ഇരിക്കുക. നമ്മൾ ഈ ലെൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 50mm ആണ് ഈ ഒരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് വന്നിട്ടുള്ളത്. പ്രൈം ലെൻസാണ്, ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആണെന്ന് നമുക്കറിയാം. വേറെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫോക്കൽ നമ്മുടെ ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ മിനിമം ഇത് വന്നിട്ടുള്ളത് നമ്മുടെ 1.8 ആണ് നമ്മുടെ എഫ് നമ്പർ. ഈ ഒരു ലെൻസിൽ മിനിമം എഫ് നമ്പറായിട്ട് വന്നിട്ടുള്ളത് 50mm ആണെന്ന് പറഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഒരു ഡയാമീറ്ററിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, അഥവാ നമ്മുടെ ഫിൽറ്റർ ഇടുന്നതിന് വേണ്ടി നമ്മുടെ ഡയാമീറ്റർ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ലെൻസിൻ്റെ ഡയാമീറ്റർ നോക്കുകയാണെങ്കിൽ 49mm ആണ് ഈ ഒരു ലെൻസിൻ്റെ ഡയാമീറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ലെൻസാണ്, അധികം വലിപ്പം കൂടിയൊരു ലെൻസല്ല, ചെറിയൊരു ലെൻസാണ്. നമ്മുടെ നിക്കോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ചെറിയൊരു ലെൻസാണ്, അത്യാവശ്യം ഹാൻഡി ആയിട്ടുള്ള നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ലെൻസാണ്, ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ലെൻസാണ് നമ്മുടെ 50mm ലെൻസ് എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ 50mm 1.8 ലെൻസ് എന്ന് പറയാൻ സാധിക്കും. ഇനി നമ്മളിതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നമ്മളൊരു ഫോക്കസിങ്ങിൻ്റെ നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ മാനുവൽ ഫോക്കസും ഓട്ടോ ഫോക്കസും രണ്ടും ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലെൻസിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മുടെ നിക്കോണിലും സെയിം കേസ് തന്നെയാണ്. നമ്മുടെ നിക്കോണിൻ്റെ കമ്പാരിസൺ നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, നിക്കോണിലും ഇതൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. സെയിം മാനുവൽ ഫോക്കസ് ഓട്ടോ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ STM ആണ്. നമ്മുടെ ഒരു സൈലൻറ്റ് മോട്ടറല്ല ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം സൗണ്ടുള്ളൊരു മോട്ടറാണ്, സൈലൻറ്റ് ലെൻസ് അല്ല, അത്യാവശ്യം സൗണ്ട് ഉണ്ട്. പിന്നെ മൗണ്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, മെറ്റാലിക് മൗണ്ട് തന്നെയാണ് ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, മെറ്റാലിക് മൗണ്ടാണ് ഈ ഒരു ലെൻസിൽ വന്നിട്ടുള്ളതെന്ന് പറയാൻ സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ലെൻസ് തന്നെയാണ്, അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഒരു ലെൻസിലുള്ളതെന്ന് പറയാൻ സാധിക്കും. കണ്ടില്ലേ, വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയുള്ള ലെൻസ് തന്നെയാണ് നമ്മുടെ 50mm എന്ന് പറയാൻ സാധിക്കും. ഈ ലെൻസിൻ്റെ അപ്പേച്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 1.8 ആണ് മിനിമം അപ്പേച്ചർ നമ്പർ വന്നിട്ടുള്ളത്. നമുക്ക് f22 വരെ നമുക്ക് കൂട്ടാനും സാധിക്കും. അത്യാവശ്യം വൈഡ് റേഞ്ച് ആയിട്ടുള്ളൊരു അപ്പേച്ചർ വാല്യൂ അല്ലെങ്കിൽ അപ്പേച്ചർ നമുക്ക് ഈ ലെൻസിൽ അവൈലബിൾ ആണ്. അതുകൂടെ തന്നെ മൗണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ EF മൗണ്ടാണ് ഈ ഒരു ലെൻസ് വന്നിട്ടുള്ളത്. കാനോണിൻ്റെ EF മൗണ്ട് ലെൻസാണ് നമ്മുടെ ഈ ഒരു ലെൻസ് എന്ന് പറയാൻ സാധിക്കും. വേറെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ നമ്മുടെ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഏകദേശം ഒരു 160 ഗ്രാമൊക്കെയാണ് ഈ ലെൻസിൻ്റെ വെയിറ്റ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെയിറ്റ് കുറഞ്ഞൊരു ലെൻസാണ് ഈ 50mm പ്രൈം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അത്രയാണ് ഈ ഒരു ലെൻസിൻ്റെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലിലും ഇതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. പിന്നെ ഇമേജ് ക്വാളിറ്റി നമുക്കറിയാം, അത്യാവശ്യം നല്ല രീതിയിലുള്ള ബൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ലെൻസ് തന്നെയാണ് നമ്മുടെ കാനോണിൻ്റെ ഈ ഒരു 50mm പ്രൈം എന്ന് പറയുന്നത്. വളരെ മികച്ച ലെൻസ് തന്നെയാണ്, നല്ല ഇമേജ് ക്വാളിറ്റി കിട്ടുന്ന ലെൻസ് തന്നെയാണ് നമ്മുടെ 1.8 ലെൻസ് പറയാൻ സാധിക്കും. നിക്കോണിൻ്റെ അതേപോലെ തന്നെ വളരെ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി ആയാലും ഫോട്ടോ ക്വാളിറ്റി ആയാലും വളരെ മികച്ച രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ലെൻസ് തന്നെയാണ് ഈ 50mm പ്രൈം എന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ നിക്കോണിൻ്റെ ലെൻസായിട്ട് കമ്പയർ ചെയ്യാം. നിക്കോണിൻ്റെ ലെൻസായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറവാണ് സൈസിൻ്റെ കാര്യം. സൈസും വെയിറ്റും രണ്ടും നോക്കുകയാണെങ്കിൽ കാനോണിൻ്റെ ലെൻസിന് കുറവാണ്. കാരണം ഇതിൻ്റെ സൈസ് പറഞ്ഞു നമുക്ക് കണ്ടെത്താൻ അറിയാം, അത്യാവശ്യം സൈസ് കൂടിയ ലെൻസാണ് നിക്കോണിൻ്റെ ലെൻസ് എന്ന് പറയുന്നത്. വെയിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ 160 ഗ്രാമാണ് വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു ലെൻസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത് 185 ഗ്രാമാണ്. അപ്പോൾ ഒരു പടി മുന്നിലാണ് നമ്മുടെ ഈ ഒരു ലെൻസ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെൻസിൽ നമുക്ക് ഇവിടെ ഒരു ഡയൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോക്കസിൻ്റെ ഡിസ്റ്റൻസ് നോക്കുന്നതിന് വേണ്ടി ഒരു ഡയൽ നമ്മുടെ നിക്കോണിൻ്റെ ലെൻസിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ലെൻസിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ആ ഒരു റിവ്യൂവിൽ നമ്മൾ ഇതിൻ്റെ അത്യാവശ്യം എല്ലാ